ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഏത് കേക്കെന്ന് മനസ്സിലായോ? കാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഈന്തപ്പഴം കുരു കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്ത് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഈത്തപ്പഴമൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെയ്യണ്ട. നേരിട്ട് തന്നെ നമുക്ക് കേക്ക് ബാറ്ററിൽ മുട്ടയുടെ ബാറ്ററിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി തണുപ്പിക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സ്ക്വയർ ടൈപ്പ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് ടിന്നുണ്ടോ അതെടുക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദമാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു ബൗളിൽ 4 റൂം ടെമ്പറേച്ചർ എഗ്ഗ് വേണം എടുക്കാൻ. അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടി ഇടണേ. അതിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നിറച്ചെടുക്കണ്ട, ഒരു 2 സ്പൂൺ കുറച്ചെടുത്താൽ മതി. കാരണം നമ്മൾ മറ്റേ ക്യാരറ്റും ഡേറ്റ്സിലും ചേർത്തിട്ടുള്ളതുകൊണ്ട് 2 സ്പൂൺ കുറച്ചെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഇതുപോലെ ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇത് കാരമൽ കളർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാരമലാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് ഷുഗർ കാരമൽ ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഇതിലോട്ട് ക്യാരറ്റും ഡേറ്റ്സിൻ്റെ മിക്സ് ഒരു 2 തവണ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതും ഒരു 3 തവണയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാ സ്ഥലത്തും മിക്സായിട്ട് കിട്ടും. അങ്ങനെ 3ാമത്തെ തവണ മാവ് ഇടുമ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്കിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലതാണ്. അപ്പോൾ അതിൽ കുറച്ച് മാവ് കാഷ്യൂ നട്ട്സിൽ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കാഷ്യൂ നട്ട്സ് മാവ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കേക്ക് ബാറ്ററിൽ അടിയിലോട്ട് താന്ന് കിടക്കത്തില്ല. കാഷ്യൂ നട്ട്സ് എല്ലായിടത്തും കാണും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കേക്ക് മിക്സിങ് കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്പാച്ചിൽ വെച്ച് സൈഡെല്ലാം വടിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു ഇത് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെ കാഷ്യൂ നട്ട്സും കൂടി വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് സൈഡെല്ലാം വിട്ട് കൊടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. അപ്പം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് ഞാൻ അതിന് മുമ്പേ കട്ട് ചെയ്തുകൊണ്ടാണ് ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് ആയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് മോസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്